നമസ്കാരം. ഇന്നും വെള്ളത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമാണ് വന്നത്. ഇപ്പോൾ പ്രധാനമായി കേൾക്കുന്ന ഒരു പ്രശ്നമാണ് വെള്ളം തിളപ്പിക്കുമ്പോൾ പൊടി വരിക എന്നത്. നമ്മൾ സാധാരണഗതിയിൽ വെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സിലെടുത്ത് നോക്കുമ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അത് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിനടിയിൽ പൊടി ഊറി വരിക, അതുപോലെ ചിലപ്പം മേലെ ഒരു പാട വരിക, വെള്ളത്തിന് മുകളിലൊരു പാട വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളമായി പറഞ്ഞു കേൾക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ, ട്രീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഹാർഡ്നെസ് കൂടുതലായിരിക്കും, ചിലപ്പോൾ അയേൺ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. അത് ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനൊന്നും പരിഹാരമില്ല എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് വേറെ ഏതെങ്കിലും വെള്ളം ഉപയോഗിക്കണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അറിവിലേക്ക് പറയുകയാണ്, ഇങ്ങനെ വരുന്ന വെള്ളം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇതുപയോഗിച്ച് 100% ശുദ്ധമായ വാട്ടറാക്കി മിനറൽ വാട്ടറിൻ്റെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് കുറച്ച് ചിലവുണ്ട്. ഒരു വാട്ടർ പ്യൂരിഫയർ ഫിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു വാട്ടർ ഫിൽറ്റർ ഫിക്സ് ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ ഹാർഡ് വാട്ടർ ഉള്ളവർക്ക് അവരുടെ ടാപ്പുകൾ അടഞ്ഞു പോവുക, അതുപോലെ ടാപ്പുകളുടെ മുകളിൽ പാടുകൾ വരിക, അതുപോലെ തന്നെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ സ്റ്റീൽ പാത്രങ്ങളുടെ മുകളിലൊക്കെ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നിടത്തൊക്കെ ഒരുതരം പാടുകൾ വരിക. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിപ്പോൾ അധികമല്ലെങ്കിൽ വളരെ ചെറിയ തോതിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വളരെ കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് ഒരു വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വാട്ടർ സോഫ്റ്റ്നർ ഉപയോഗിച്ചോ ട്രീറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അത് നമുക്ക് ആ വെള്ളം തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഇതിൻ്റെ അടിയിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും. പ്ലീസ് കോൺടാക്റ്റ്.